എൻ്റെ പേര് രവി ദേവി. ഞാൻ ഇതിപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞാനിവിടെ 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എനിക്ക് എല്ലാം ജോയിൻറ്റ് പെയിൻ ആയിരുന്നു. ഒട്ടും കാല് നിലത്ത് കുത്തി നടക്കാൻ പറ്റില്ല, കൈയൊന്നും പിടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഇപ്പം എല്ലാം ശരിയായി. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 4 ഇടത്ത് ഞാൻ ടോട്ടലി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് ഒരു അത്രയും മനസ്സിനൊരു ഇത് കിട്ടിയത് ഇവിടെയാണ്, കണ്ടംകുളത്തിൽ വന്നപ്പോഴാണ്. എനിക്ക് മുമ്പ് 3 ഇടത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടത്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എങ്കിൽ പോലും എനിക്ക് അത്രയും ദൂരത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തന്നിരിക്കുന്നതും കണ്ടംകുളത്തിയുടെ മെഡിസിൻ ആയതുകൊണ്ടും ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു. 20 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ തീർത്തും ബെറ്ററായി എന്നല്ല പറയുക, അതിനപ്പുറം എന്താ പറയുന്നത് എനിക്കറിയില്ല. അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണ്, നൈറ്റിലുള്ളവരും ഡേയിലുള്ളവരും എല്ലാവരും പേഷ്യൻസിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും അവരെ കെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ നമുക്ക് ഫുൾ ടൈം നമുക്ക് സേവനം ചെയ്യാനായിട്ട് ഒരു ഡോക്ടറുണ്ട്, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ റിസപ്ഷനിലാണെങ്കിലും എപ്പോൾ നമ്മൾ വിളിച്ചാലും അവർ നമുക്ക് സപ്പോർട്ടുണ്ട്. ബിന്നി എന്നാണ് കുട്ടിയുടെ പേര്. പിന്നെ ഡോക്ടറുണ്ട്, പറഞ്ഞല്ലോ നമുക്ക് ഫുൾ ടൈം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറിൻ്റെ പേര് അലീന എന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് 4 മസാജ് ചെയ്യുന്നവർ 4 പേരാണ്. എല്ലാ സ്റ്റാഫും നല്ലതാണ്. ഫുഡാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പത്യമൊക്കെ അനുസരിച്ചിട്ടുള്ള ഫുഡാണെങ്കിൽ പോലും ടേസ്റ്റി ഫുഡാണ്. എല്ലാവരും നല്ല ഹെൽപ്പായിട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൺസൾട്ട് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഡോക്ടർ റോസ്മേരിയാണ്. അപ്പോൾ മാമിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ അസുഖമാണെങ്കിലും അത് പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്കുണ്ടല്ലോ ഒരു ടൈം, ആ ടൈമിൽ നമുക്ക് മാറ്റിത്തരും. ഡോക്ടർ പറയുന്ന ടൈമിൽ എന്തായാലും നമുക്ക് വ്യത്യാസം വരും. എല്ലാവർക്കും നന്ദി.